ഞങ്ങൾ പൂരത്തിന് പോവാണ്. ആര്യങ്കാവിലെ പൂരത്തിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഏട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയാണ് കേട്ടോ പോകുന്നത്. സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ഏട്ടൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യങ്കാവത്തെ പൂരം കാണിക്കാൻ കൊണ്ടുപോകാന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോൾ ഇത് ലാസ്റ്റ് വേലയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയി. ഇച്ചു അത് കണ്ടിട്ട് നല്ല ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇച്ചു ഡാൻസ് കളിക്കുമ്പോഴാണ് വൈശാഖും വൈഷ്ണവും വന്നത് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ്. അപ്പോൾ അവർ വന്നിട്ട് പെട്ടെന്നാണ് ഇച്ചുവിനെ കൈ പിടിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളിതാ ഉള്ളിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കാളകളും കുതിരകളും കുറേ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തോട്ട് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടലൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഇതാ ഈ ഒരു കളിക്കുന്ന സെക്ഷൻ കണ്ടത് കേട്ടോ കുട്ടികൾക്കുള്ളത്. അപ്പോൾ എനിക്ക് ആ വലിയ തിരിയുന്നതിൽ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ സമ്മതിച്ചില്ല കേട്ടോ, നല്ല തിരക്കാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ഇച്ചുവിന് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നിന്നു കേട്ടോ. ഒരാൾക്ക് 100 രൂപയായിരുന്നു. അപ്പോൾ ഇച്ചുകുട്ടനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ സന്തോഷം കേട്ടോ. ഇച്ചുകുട്ടൻ കാരണം ഞങ്ങളും കൂടെ ട്രെയിനിൽ കയറിയിട്ട് ഇതാ യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എനിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. ഏട്ടന് പൊതുവേ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സങ്കടത്തോടെ നോക്കിയിരിക്കുകയാണ് അത് മറ്റേ വലിയ സംഭവം ഇങ്ങനെ തിരിയുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് നോക്കിയിട്ട് കാര്യമില്ല, നല്ല തിരക്കാണ്, നമുക്ക് പിന്നെ ഒരു ദിവസം കയറാന്നുള്ളത്. അങ്ങനെ എൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു കുട്ടിയാണ് കേട്ടോ വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. ട്രെയിനിൽ ചെറിയ പേടിയായിട്ടോ. ഞാൻ അവനെ ചേർത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു പേടിയില്ലാതെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ആള് ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റയൊക്കെ തന്നു. അങ്ങനെ അവൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളും നല്ല ഹാപ്പിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുട്ടികൾ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നമുക്കും ഒന്ന് ചാടാനൊക്കെ തോന്നും. പക്ഷേ ഇച്ചുകുട്ടനെ അതിലേക്ക് ഇറക്കി വിടാൻ ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങളിതാ ഈ ഒരു എറിയണ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു അക്വേറിയം, അതിൽ മീനൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഒരു പയ്യൻ 3 വട്ടം എറിഞ്ഞതും കുപ്പിയിലേക്ക് ആണ് കേട്ടോ കൊണ്ടത്. 5 റിങ് എറിയാം, 3 വട്ടം എറിഞ്ഞതും കുപ്പിയിലേക്കാണ് കൊണ്ടത്. അപ്പോൾ ആവേശം മൂത്ത് ഏട്ടനും ഒരു 5 റിങ് വാങ്ങിട്ടോ. 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏട്ടൻ 5 എറിഞ്ഞതും കൊണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഴപ്പമില്ല, എന്തായാലും ഒന്ന് പരിശ്രമിച്ച് നോക്കിയല്ലോ, കിട്ടി പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കട്ടൻ ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങളിതാ ഈ കോളിഫ്ലവർ പൊരിച്ചതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വാങ്ങി അതിൽ സോസൊക്കെ മുക്കിയിട്ട് അവർ തന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞങ്ങളൊരു ബൂസ്റ്റ് കുലുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കിട്ടുമ്പോഴേക്കും ഞങ്ങളുടെ കോളിഫ്ലവർ ഏകദേശം ഞങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു. അവരത് കുലുക്കണ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് കുടിക്കുന്നത്. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ്, പിസ്ത, അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ടോ. നല്ല ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇച്ചുവിന് നല്ല ഇഷ്ടമായിട്ടോ. അവൻ ആദ്യം കുടിച്ചപ്പോൾ വലിയ ഇഷ്ടമായില്ല, പിന്നെ അത് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഏട്ടൻ കുറേ ദിവസമായി വെള്ളത്തിൽ കളിക്കുന്ന പണ്ടത്തെ ബോട്ട് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങി. പക്ഷേ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതാ കുറച്ചും കൂടി ഞങ്ങൾ എത്തിയപ്പോൾ ഓട്ടോ വാങ്ങിട്ടോ. ഇച്ചുകുട്ടനെ ഓട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ.